ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് കുറച്ച് ആർട്ട് വർക്കുകളാണ് കാണിക്കുന്നത്. വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസൊക്കെ ഒത്തിരി പേര് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ എണ്ണം തീരെ കുറവാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ. ഇന്നത്തെ ആദ്യത്തെ ഒരു വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 4 കോളങ്ങൾ വരുന്ന രീതിയിൽ ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം, അല്ല സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് സ്ക്വയർ ആയിട്ട് വരച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അതിനുശേഷം ഈ കോളത്തിൻ്റെ സെൻട്രലായിട്ട് ഒരു കുഞ്ഞു സർക്കിൾ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ സർക്കിളിൽ നിന്ന് വരച്ചെടുത്ത സ്ക്വയറിൻ്റെ 4 സൈഡിലോട്ടും ഇതുപോലെ ഒന്ന് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ വരച്ചെടുത്ത 2 പെറ്റൽസിൻ്റെ ഗ്യാപ്പിലായിട്ട് സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ വീണ്ടും ഒരു കർവ് ചെയ്തിട്ട് ഷേപ്പ് കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഷേപ്പ് വരച്ചു കൊടുക്കുന്ന പോലെ ഒന്ന് കൂട്ടി വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പെറ്റൽ കൂടെ നിൽക്കുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കോളങ്ങളിലും ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ വരച്ചെടുത്ത പെറ്റൽസിൻ്റെ ഉള്ളിലൊക്കെ ഏതെങ്കിലും ഒരു കളർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ റോസ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളറാണോ ഫ്ലവറിന് വേണ്ടത് ആ കളർ യൂസ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ സ്കെച്ച് കൊണ്ട് കളേഴ്സ് ഫില്ല് ചെയ്ത് എടുക്കുന്നതിന് പകരം ക്രയോൺസ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പെന്നോ അല്ലെങ്കിൽ ബ്ലാക്ക് സ്കെച്ചോ ഉപയോഗിച്ചിട്ട് ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ പെറ്റൽസിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഉള്ളിലായിട്ട് ക്രയോൺസ് ഉപയോഗിച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ സ്കെച്ച് ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്കെച്ച് വരച്ച ശേഷം ലാസ്റ്റാണ് ബ്ലാക്ക് കളർ ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുന്നത്. ക്രയോൺസ് കൊണ്ട് വരക്കുന്ന ടൈമിൽ ആ ക്രയോൺസിൻ്റെ മുകളിലായിട്ട് സ്കെച്ച് പിടിയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആദ്യം ബ്ലാക്ക് കളറിൽ വരച്ചു കൊടുത്ത ശേഷം ക്രയോൺസ് ഉപയോഗിച്ചിട്ടൊന്ന് പെറ്റൽസ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്തൊരു ഫ്ലവറിൻ്റെ പെറ്റൽസും ഇതുപോലെ ഒന്ന് കളേഴ്സ് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫ്ലവേഴ്സും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു പേജിൽ 6 ഫ്ലവേഴ്സ് വന്നതിന് പകരം ഫ്ലവേഴ്സിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 6 കോളങ്ങൾ വരച്ചതിന് പകരം കോളങ്ങളുടെ എണ്ണം കൂട്ടി കൊടുത്തിട്ട് ഫ്ലവേഴ്സിൻ്റെ എണ്ണം അതുപോലെ തന്നെ ഒന്ന് കൂട്ടി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഫ്ലവേഴ്സൊക്കെ ഒറ്റ കളറിൽ തന്നെ ഫില്ല് ചെയ്തെടുക്കുന്നതിന് പകരം ഡബിൾ കളറായിട്ടും ഫില്ല് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു പെറ്റൽസിൻ്റെ പകുതി ഭാഗത്തോ അല്ലെങ്കിൽ കാൽ ഭാഗത്തോ ഏതെങ്കിലും ഒരു കളർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം അവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ടായിട്ട് അടുത്തൊരു കളർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഡബിൾ കളറിലുള്ള ഫ്ലവേഴ്സായി കിട്ടും. ഇനി ഈ വരച്ചെടുത്ത ഫ്ലവേഴ്സിൻ്റെ ഒക്കെ പെറ്റൽസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലാക്ക് സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ഫ്ലവേഴ്സിൻ്റെ ഔട്ട്ലൈനും ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഗ്യാപ്പിൽ വരുന്ന വൈറ്റ് സ്പേസ് കൂടെ ഒന്ന് ബ്ലാക്ക് സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സ്കെച്ചിന് പകരം പെൻസിൽ ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്താലും മതി. ഈ ഒരു വർക്ക് ചെയ്യുന്ന ടൈമിൽ ഫ്ലവേഴ്സ് പകുതിയായ ടൈമിൽ എൻ്റെ ബ്ലാക്ക് സ്കെച്ച് ഒന്ന് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ വേറെ സ്കെച്ച് ഉപയോഗിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഈ ഒരു 4 ഫ്ലവേഴ്സ് കംപ്ലീറ്റ് ആവുന്ന ടൈമിൽ വെച്ചിട്ട് സ്കെച്ച് തീർന്നിട്ടുണ്ടായിരുന്നു. ഒരുവിധം എല്ലാ വർക്കുകൾക്കും ബ്ലാക്ക് കളർ കൂടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്ലാക്ക് കഴിയും. അപ്പോൾ ബ്ലാക്ക് മാത്രം കിട്ടുന്ന നോർമലായിട്ടുള്ള സ്കെച്ചിൻ്റെ സെറ്റ് വീണ്ടും വാങ്ങിച്ചതാണ്. നോർമലായിട്ടുള്ള സ്കെച്ചാണെങ്കിലും ബ്ലാക്ക് കളേഴ്സിൻ്റെ ഉപയോഗം കൂടുതലുള്ളവർക്ക് ഹെൽപ്ഫുള്ളാവും. ഒരു പാക്കറ്റിൽ 12 പീസാണ് ഇതുപോലത്തെ സ്കെച്ച് ഉണ്ടാവുക. അപ്പോൾ ഇനി ഈ ഒരു വരച്ച ഫ്ലവേഴ്സിൻ്റെ ഒക്കെ പെറ്റൽസിനുള്ളിൽ ഇതുപോലെ ഒന്ന് ലൈൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്ലവേഴ്സ് കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വരക്കാൻ അറിയാത്തവർക്കും എളുപ്പത്തിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു വർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി അടുത്തൊരു വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പേജിൽ ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഔട്ട്ലൈനൊക്കെ ഇതുപോലെ ഒരു കളർ ഉപയോഗിച്ചിട്ട് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോസ് ചെയ്ത ലൈനും ഈ ഒരു കളർ ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കുക. ഇനി ഇപ്പോൾ കിട്ടിയിട്ടുള്ള 4 ഭാഗങ്ങളിൽ നിന്ന് ഒരു ഭാഗത്തിൽ ഇതുപോലെ ലൈൻ ഏത് ഭാഗത്തോട്ടാണോ വരുന്നത് അതുപോലെ ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് ലൈൻ വരച്ചെടുക്കുക. അതിനുശേഷം തൊട്ടടുത്ത കോളത്തിൽ ഇതുപോലെ ഒന്ന് അടുത്ത സൈഡിലോട്ട് ലൈൻ നിൽക്കുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ 4 ഭാഗങ്ങളിലും ഇതുപോലെ തന്നെ ഓരോ സൈഡും മാറ്റി മാറ്റിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ലൈൻസ് വരച്ചെടുക്കുക. ഇങ്ങനെ ലൈൻസ് വരച്ചെടുക്കുമ്പോൾ ഏകദേശം എല്ലാ ലൈൻസും ഒരേ ഗ്യാപ്പ് വരുന്ന രീതിയിൽ വേണം വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒന്നിടവിട്ട കോളങ്ങളിലൊക്കെ ഒരേ സൈഡിലോട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കും ഫൈനൽ ലുക്കിൽ ലൈൻസൊക്കെ വന്നിട്ടുണ്ടാവുക. ഇനി ഈ വരച്ചെടുത്ത ലൈനിൻ്റെ മുകളിലൂടെ തന്നെ ക്രോസ് ആയിട്ട് വരച്ചെടുത്ത ലൈനൊന്ന് കുറച്ചധികം കട്ടി കൂട്ടി വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ വരച്ചെടുത്ത 4 ഭാഗത്തും ഇതുപോലെ ഒന്ന് ഹാർട്ട് ഷേപ്പുകൾ വരച്ചെടുക്കണം. ഓപ്പോസിറ്റ് നിൽക്കുന്ന 2 ഷേപ്പുകളും ഒരേ വലുപ്പത്തിലും അടുത്ത സൈഡിൽ നിൽക്കുന്ന 2 ഷേപ്പുകളും ഒരേ വലുപ്പത്തിലും വരുന്ന രീതിയിൽ വേണം വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആദ്യം വരച്ച ഷേപ്പിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും ഒരു ഷേപ്പ് കൂടെ ഒന്ന് ലൈനിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കൂടെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ ഈ വരച്ച പോലെ തന്നെ
ഈ വരച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഹാർട്ട് ഷേപ്പിന് മുകളിലും ലൈനിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഈ വരച്ച ഷേപ്പുകൾ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഈ രണ്ട് ലൈനുകൾ തമ്മിൽ ജോയിൻ്റ് ആയി നിൽക്കുന്ന രീതിയിലാണ് ഷേപ്പ് വരക്കുമ്പോൾ കിട്ടുന്നുണ്ടാവുക. മുകൾ ഭാഗം ലൈനിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സ്പേസിൽ ഇത്തിരി ഗ്യാപ്പ് വിട്ടിട്ട് രണ്ട് ഭാഗങ്ങളും തമ്മിൽ കൂട്ടിമുട്ടിച്ച് വരച്ചു കൊടുക്കുക. ഇങ്ങനെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഹാർട്ട് ഷേപ്പുകളും ഒന്ന് സ്കെച്ച് ഉപയോഗിച്ച് വരച്ചെടുക്കുക. ഞാൻ ഈ ഒരു വർക്ക് ചെയ്യുന്ന ടൈമിൽ ലൈൻസ് മാത്രമാണ് ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ലൈൻസ് മാത്രം വരച്ച് കഴിഞ്ഞപ്പോൾ തീരെ ബ്ലാങ്കായി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്തതുകൊണ്ട് അതിനുള്ളിലായിട്ട് വീണ്ടും ഹാർട്ട് ഷേപ്പൊക്കെ ഒന്ന് വരച്ചിട്ട് ഒരു വർക്കാക്കി എടുത്തതാണ്. ഇനി അടുത്ത രണ്ട് ഭാഗത്തും ഇതുപോലെ തന്നെ ഹാർട്ട് ഷേപ്പുകളൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് വരച്ചെടുക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റിൽ വരച്ച ഹാർട്ട് ഷേപ്പുകളുടെ ഹൈറ്റിനേക്കാളും ഇത്തിരി കൂടെ വലുപ്പത്തിൽ നിൽക്കുന്ന രീതിയിൽ ഷേപ്പുകളൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വരച്ചെടുക്കുമ്പോൾ ലൈനുകൾ തമ്മിൽ ടച്ച് ചെയ്ത് നിൽക്കേണ്ടതില്ല. അതുപോലെ തന്നെ ക്രോസ് ആയിട്ട് നിൽക്കുന്ന ഭാഗത്ത് ഇതുപോലെ വീണ്ടും ഓരോ കുഞ്ഞു ഹാർട്ട് ഷേപ്പുകൾ കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു 4 ഷേപ്പുകളും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വർക്ക് ചെയ്തെടുക്കുമ്പോൾ ചെറിയൊരു പണി കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ലൈൻസ് മാത്രം പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം എത്തിയ ടൈമിൽ താഴ്ഭാഗത്തായിട്ട് വെച്ച കട്ടിയുള്ള പേപ്പറൊന്ന് എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാർട്ട് ഷേപ്പ് വരക്കുന്നത് മുതലുള്ള ഡിസൈനൊക്കെ തൊട്ടടുത്ത പേജിലും ഇതുപോലെ തന്നെ പതിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോട്ട്ബുക്കിലൊക്കെ ആർട്ട് വർക്കുകൾ ചെയ്യുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കട്ടിയുള്ള കാർഡ് താഴ്ഭാഗത്തായിട്ട് വെക്കാൻ മറക്കല്ലേ. പുതിയ കൂട്ടുകാരെങ്കിലും ഇതുപോലെ നോട്ട്ബുക്കിൽ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ട് ഒട്ടുമിക്ക വീഡിയോസിലും ഞാൻ പറയാറുണ്ട് കട്ടിയുള്ള കാർഡ് വെക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ അടുത്ത പേജിൽ പതിഞ്ഞ സ്ഥലത്ത് പുതിയൊരു വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിലായിട്ട് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇനി ഈ ഒരു വർക്കിൽ സെൻറ്റർ ഭാഗത്തായിട്ട് വരച്ചെടുത്ത ചെറിയ ഹാർട്ട് ഷേപ്പുകളുടെ ഒക്കെ ഔട്ട്ലൈന് ഒരു ബ്ലാക്ക് സ്കെച്ച് ഉപയോഗിച്ചിട്ട് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം സെൻറ്ററിലായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് ആ ഒരു 4 ഷേപ്പുകളുടെ ഉള്ളിലും ഒരു പെറ്റലായി നിൽക്കുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ വരച്ചെടുത്ത ഷേപ്പുകളുടെ ഒക്കെ ഔട്ട്ലൈനായിട്ട് ഇത്തിരി സ്പേസ് ഇട്ടിട്ട് ഒരു ലൈൻ കൂടെ വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു 2 സൈഡിലുള്ള ഹാർട്ട് ഷേപ്പുകളുടെ മുകളിലും ഇതുപോലെ ഒന്ന് ലൈൻസ് വരച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആദ്യം വരച്ച ഹാർട്ട് ഷേപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ആ ഒരു വരച്ച ഷേപ്പിനുള്ളിലും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ 2 സൈഡിലുള്ള ഹാർട്ട് ഷേപ്പുകളുടെ മുകളിലെ ലെയറിലാണ് ഫില്ല് ചെയ്ത് കൊടുത്തതെങ്കിൽ അടുത്ത 2 സൈഡിലുള്ള ഹാർട്ട് ഷേപ്പുകളുടെ ഉൾഭാഗത്തായിട്ടുള്ള ഷേപ്പിനാണ് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഓപ്പോസിറ്റ് വരുന്ന ഷേപ്പിലും ഇതുപോലെ തന്നെ ഒന്ന് ലൈൻ വരച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 ലെയറിൽ ഹാർട്ട് ഷേപ്പുകളെ വരച്ചെടുത്തിട്ടുള്ളൂ. ഇനി ഹാർട്ട് ഷേപ്പുകളുടെ ലെയറിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ സൈഡിലുള്ള സ്പേസിലൊക്കെ ഇനിയും ഇതുപോലെ ഷേപ്പ് വരച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ അടുത്തൊരു വർക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി ഇന്നത്തെ അടുത്തൊരു വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പേജിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു കുഞ്ഞ് സർക്കിൾ ഇട്ട് തുടങ്ങിയിട്ട് മുകൾ ഭാഗത്തോട്ട് വലുതായി വലുതായി വരുന്ന രീതിയിൽ ഒരു വലിയ സ്പൈറൽ വരച്ചെടുക്കുന്നുണ്ട്. ഏകദേശം ഒരേ ഗ്യാപ്പ് വരുന്ന രീതിയിലാണ് ഞാനിപ്പോൾ വരച്ചെടുക്കുന്നത്. ഇനി സൈഡിൽ ബാക്കിയുള്ള സ്പേസിലൊക്കെ ലൈൻ കൂടെ വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്ന് ഇതുപോലെ 2 ലൈനുകൾ തമ്മിൽ കൂട്ടിമുട്ടി നിൽക്കുന്ന രീതിയിൽ കർവ് ചെയ്തിട്ടൊന്ന് ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് വരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് സ്പേസ് അതേപോലെ തന്നെ ഒന്ന് വരച്ചെടുത്ത ശേഷം ഒരു 2 ചുറ്റ് വരുന്ന സ്പേസ് എത്തുമ്പോൾ അടുത്തൊരു കളർ ഞാൻ യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈറ്റ് കളേഴ്സാണ് ഞാൻ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി സിംഗിൾ കളറിൽ വരച്ചെടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു വർക്ക് കഴിഞ്ഞ ടൈമിൽ ചെറുതായിട്ട് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഈ ഒരു വരച്ച കളറുകൾ വെച്ചിട്ടായിരുന്നു ലാസ്റ്റിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ആ ഒരു സ്പേസിൽ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്തത്. എങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു കളേഴ്സ് വെച്ചിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ഭംഗിയുണ്ടാവും. ഇനി ക്രീം കളർ കൊടുത്ത സ്പേസിൽ ഒത്തിരി ഗ്യാപ്പ് ഫീൽ ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസിൽ ഓറഞ്ച് കളർ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ കളേഴ്സും അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന രീതിയിൽ ലൈൻസ് ഒന്ന് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വരക്കാൻ ഒട്ടും അറിയാത്തവർക്കും എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റിയ അടുത്തൊരു വർക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് വീഡിയോയിൽ മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്താൽ മതി. എന്നിട്ട് വരക്കുന്നതായിരിക്കും ട്രൈ ചെയ്ത് നോക്കുന്നവർക്ക് ഒന്നുകൂടെ ഭംഗി ഉണ്ടാവുക. ആർട്ട് വർക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കും അതുപോലെ തന്നെ ഒത്തിരി സ്ട്രെസ് അനുഭവിക്കുന്ന കൂട്ടുകാർക്കും മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് വർക്കുകളാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഈ വരക്കുന്നതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളതൊക്കെ
മൈൻഡിൽ നിന്ന് മാറിപ്പോയിക്കോളും. അപ്പോൾ ഇതാണ് ബ്ലാക്ക് കളർ കൊടുത്തിട്ടുള്ള ഫൈനൽ ലുക്ക്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.